രാവിലെ മുതൽ തന്നെ ഇവിടെ കളക്ടർ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ SP ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തെത്തി എന്തായാലും ഈ ദൗത്യ സംഘത്തിന് ഉള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അറിയിപ്പുകളും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു വന്നത് നാം അല്പസമയം മുൻപ് ഈ പ്രദേശത്ത് പോയിരുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. കാരണം വലിയ മൺകൂന തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം വലിയ പാറകളാണ് ഈ മുകളിൽ നിന്ന്, ആ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് വീണിരിക്കുന്നത്. അത്തരത്തിൽ ഈ പാറകൾ എന്തായാലും ഈ ലോറിയുടെ പുറത്ത് വീണെങ്കിൽ റഡാറിൽ പോലും ആ ലോറി കണ്ടെത്താൻ കഴിയില്ലെന്നാണ് ഈ അല്പസമയം മുമ്പ് നാം ആ റഡാറിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി സംസാരിച്ചപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വെല്ലുവിളി, ഈ റഡാർ പോലും പ്രവർത്തിക്കുന്നത് വെള്ളക്കെട്ടില്ലാത്ത ഒരു സ്ഥലത്താണ്. അത്തരത്തിൽ ഒരു നിരപ്പായ സ്ഥലത്തായിരിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും മണ്ണിൽ അടിയിൽപ്പെട്ടാൽ കണ്ടെത്താൻ കഴിയുക. പക്ഷേ ഈ റഡാർ ഇപ്പോൾ ഒരു 50% മാത്രമേ ആ റഡാറുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷയുള്ളൂ. കാരണം അവർ അത്തരത്തിലാണ് നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഈ പ്രദേശം മുഴുവൻ ചെളി കെട്ട് നിറഞ്ഞൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. മുഴുവൻ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആ വെള്ളം നിറഞ്ഞതിനാൽ തന്നെ നമ്മുടെ എല്ലാം കാലുകൾ ഉൾപ്പെടെ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ ഉള്ളതിനാൽ തന്നെ റഡാറിൽ ഇത്തരത്തിലുള്ള ഒരു ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു മണിക്കൂർ മുമ്പേ ഇത്തരത്തിൽ ലോറി കണ്ടെത്തിയതായി വിവരം വന്നിരുന്നു. അത് ആ പ്രദേശത്ത് ടവർ ഉൾപ്പെടെ മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ടവറിൻ്റെ ഏതെങ്കിലും ഭാഗമായിരിക്കാം ഇത്തരം ഈ റഡാറിൽ പെട്ടതെന്നും അവർ സംശയിക്കുന്നുണ്ട്. എന്തായാലും വലിയ പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും ഈ പരിശോധന നിലവിൽ 100 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 100 മണിക്കൂറായിട്ടും ഈ പ്രദേശത്ത് നിന്നും അർജുനെയും അതോടൊപ്പം തന്നെ മറ്റു 2 പേരെയും കണ്ടെത്താൻ ഈ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. തുടക്കം വലിയ വീഴ്ചകൾ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ പ്രദേശത്തേക്ക് ദൗത്യസംഘം കൂടുതലായി എത്തിയിട്ടുള്ളത്. നിലവിൽ ഏറ്റവും അവസാനം പറയാനുള്ളത്, ഈ റഡാറിൽ പോലും 50% മാത്രമേ ഈ സാധ്യതയുള്ളൂ ഈ ലോറി കണ്ടെത്താൻ. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഴുവനായി തന്നെ ആ പ്രദേശം ചെളി നിറഞ്ഞ പ്രദേശമായി മാറിയിരിക്കുന്നു. ഈ റഡാർ വിദഗ്ധർ പറയുന്നത് തുറസായ സ്ഥലമായിരുന്നെങ്കിൽ, ഈ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ലോറിയുടെ ഭാഗങ്ങളോ മറ്റ് ഈ ഇരുമ്പിൻ്റെ ഭാഗങ്ങളോ കണ്ടെത്താമായിരുന്നു. പക്ഷേ അത്തരമൊരു സിഗ്നൽ കണ്ടെത്താൻ ഇത്രയും സമയം കഴിഞ്ഞിട്ടും റഡാർ ഉപയോഗിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയ പരിശോധനയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അവിടെ JCBകളും അതോടൊപ്പം തന്നെ ലോറികളെല്ലാം കുറവാണ്. കാരണം അമിതമായി തന്നെ ആ പ്രദേശത്ത് ഇത്തരം JCBകളെല്ലാം ആ മണ്ണിലേക്ക് കയറ്റുന്ന സാഹചര്യമുണ്ടായാൽ ആ മണ്ണ് വീണ്ടും ഇടിയാനുള്ള സാഹചര്യമുണ്ട്. കാരണം ആ മുകളിൽ കുന്നിൻ്റെ ഭാഗത്തു നിന്നും ഈ താഴത്തേക്ക് ഇപ്പോഴും വെള്ളം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ അത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഉള്ള പ്രദേശങ്ങൾ കാണും. ഈ നല്ല ശക്തമായ മഴ പെയ്തതിനാൽ തന്നെ ആ വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് നിന്നും നിരന്തരം വെള്ളം താഴേക്ക് ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകുകയാണെങ്കിൽ നമ്മൾ ഈ ദൗത്യസംഘം താഴെ എത്തി ഇത്തരത്തിലുള്ള JCB ഉപയോഗിച്ച് ആ മണ്ണ് മാന്തുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ റഡാർ വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ പോലും കണ്ടെത്താൻ സാധിക്കുന്ന റഡാർ എന്ന് പറയുമ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെയാണ്, ചെളി പുതഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് 50% മാത്രം അതിലൊരു പ്രതീക്ഷ അർപ്പിച്ചാൽ മതിയെന്ന് വിദഗ്ധ സംഘം തന്നെ പറഞ്ഞു എന്നാണ് ശ്രീജിത്ത് പറഞ്ഞത്. മാത്രമല്ല, ഈ റഡാർ വഴി കണ്ടെത്താൻ ഈ ലോറിയുള്ള സ്ഥലം അത് സാധിച്ചാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്താം. പക്ഷെ അതിലും ഈ JCB ഉൾപ്പെടെയുള്ളവ ഹിറ്റാച്ചിയൊക്കെ ചെന്നാലും അവിടെ വീണ്ടും ഒരുപക്ഷെ ആ ഒരു പ്രദേശം അത്രയും ദുർബലമായിരിക്കുന്നതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും. ഇനി അങ്ങോട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്, എന്തൊക്കെയാണ്? അത്തരത്തിലാണ് ലക്ഷ്മി. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. ഇത് ഇപ്പോൾ ദൗത്യം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. അത് ദൗത്യ സംഘത്തിനെയും നാം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടുത്തെ ഭൂപ്രകൃതി അത്തരത്തിലാണ്. നമുക്ക് ചിലപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ആ പ്രദേശത്തെ ദൃശ്യങ്ങൾ നാം അല്പസമയം മുമ്പ് പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ അറിയാം, വലിയ പാറക്കെട്ടുകൾ ഉൾപ്പെടെ ഈ റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പാറക്കെട്ടുകൾ ഇത്തരത്തിൽ ഈ ലോറിയുടെ പുറത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായെങ്കിൽ റഡാറിന് പോലും കണ്ടെത്താൻ കഴിയില്ലെന്നാണ് ഈ റഡാർ ഉപയോഗിക്കുന്ന സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് ഈ ചെളിക്കെട്ടുണ്ട്. ഈ റഡാറിൻ്റെ പ്രവർത്തനം മുഴുവനും തുറസായ, നമുക്കറിയാം, ഈ നിരപ്പായ ഒരു സ്ഥലത്തായിരിക്കും. ഈ പ്രദേശം മുഴുവനും ചെളി നിറഞ്ഞതാണ്. ഒരു റോഡാണ്. റോഡിലേക്ക് ഈ വലിയ മഴയിൽ കുന്നിടിഞ്ഞ് ഈ റോഡിലേക്ക് വീഴുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ നാം കാല് വയ്ക്കുമ്പോൾ തന്നെ
താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അവിടുത്തെ സാഹചര്യം. അതിനാൽ തന്നെ ഈ ദൗത്യ സംഘത്തിന് പോലും ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ സമീപത്തെ റോഡിൽ നിന്നും പതുക്കെ മണ്ണ് മാറ്റി ആണ് ലോറിയിൽ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വലിയ ടൺ കണക്കിന് മണ്ണാണ് അവിടെ വീണിരിക്കുന്നത്. അപ്പോൾ എത്ര സമയമെടുക്കുമെന്നും നിലവിൽ പറയാൻ കഴിയില്ല. എന്തായാലും ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ നീണ്ടു പോകാനുള്ള സാധ്യതയും നിലവിൽ ദൗത്യ സംഘം ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് മുന്നിൽ കാണുന്നു. ശ്രീജിത്ത്, അതാണ് അതിപ്പോൾ അർജുന്റെ കുടുംബം തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം സഹോദരിയും ഭർത്താവും ഒക്കെ അടുത്ത ബന്ധുക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അവർ പറയുന്നത് ഈ രീതിയിലാണ് മണ്ണ് നീക്കൽ നടക്കുന്നതെങ്കിൽ ശ്രീജിത്ത് പറഞ്ഞ പോലെയാണ് ഒരുപക്ഷെ ഈ അത് നടത്തുന്ന സംഘത്തിനെ കുറ്റം പറയാൻ സാധിക്കില്ല. അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് ശ്രീജിത്ത് നേരിട്ട് കണ്ട് പറയുകയുണ്ടായല്ലോ. പക്ഷേ ഈ രീതിയിൽ ഈ ഒരു സ്പീഡിലാണ് പോകുന്നതിൽ 10 ദിവസമെങ്കിലും എടുക്കും. കാരണം ഈ മണ്ണിടിച്ചിലിൻ്റെ വ്യാപ്തി അത്രത്തോളമാണ്. സൈന്യത്തിൻ്റെ സഹായം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ. സൈന്യത്തിൻ്റെ സഹായം ഒരുപക്ഷെ ഇനി തേടാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട് ശ്രീജിത്ത്? അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ? നിലവിൽ അത്തരത്തിൽ ഒരു സൂചനയുമില്ല. കാരണം ആ പ്രദേശം കേന്ദ്രീകരിച്ച് കളക്ടറും അതോടൊപ്പം തന്നെ സ്ഥലത്തെ MLAയുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ചിലപ്പോൾ അവർ രാഷ്ട്രീയപരമായിരിക്കും ഇത്തരം ഒരു വിഷയത്തെ കാണുന്നതായി സംശയം ഉണ്ട്. കാരണം 11 മണിയോടെ കുമാരസ്വാമി ഈ പ്രദേശത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. ആ സമയം തന്നെ കൃത്യസമയത്ത് തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് MLA ആ സ്ഥലത്തെത്തുന്നു. കാർവാർ MLA സതീഷ് ഈ പ്രദേശത്തെത്തി. തുടർന്ന് അദ്ദേഹമായിരുന്നു ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കുമാരസ്വാമി ആ സമയത്ത് എത്തുന്നതിനാൽ തന്നെ ഒരു രാഷ്ട്രീയ നാടകം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സമയമല്ല കുടുംബം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ പട്ടാളത്തെ വിളിക്കുക, സൈന്യത്തിൻ്റെ സഹായം തേടുക എന്നതാണ്. പക്ഷേ അവരുടെ അഭിപ്രായത്തിൽ എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നു. കളക്ടർ നേരിട്ടെത്തി, MLA നേരിട്ടെത്തി, അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി. ദൗത്യസംഘം 100-ലധികം ഉണ്ടെന്നും SP ഉൾപ്പെടെയുള്ളവർ പറയുന്നു. പക്ഷേ കളക്ടർ പറയുന്നത് 60-ലധികമാണ്. പക്ഷേ ഇതിൽ തന്നെ വളരെ 2 വ്യത്യസ്തമായ സംഖ്യയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ എല്ലാ പ്രവർത്തനവും കൃത്യമായി നടക്കുമ്പോൾ എന്തിന് സൈന്യം എന്നാണ് MLA ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. പക്ഷേ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ 100 മണിക്കൂറിലധികം കഴിയുന്നു ഇതുമായി ബന്ധപ്പെട്ട് അർജുൻ ആ അടിയിൽ കുടുങ്ങിക്കിടന്നിട്ട്. അതിനാൽ തന്നെ സൈന്യത്തിനെ വിളിച്ച് അടിയന്തരമായി തന്നെ അർജുൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. പക്ഷേ ഈ MLA ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വളരെ കൃത്യമായി തന്നെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അവർ എന്തായാലും ദേശീയപാത അധികൃതരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണെന്ന് മുൻപ് തന്നെ അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് പരാതി നൽകിയിരുന്നു. എന്നിട്ടും ഇത്തരത്തിലൊരു പാത നിർമ്മിച്ചു എന്നാണ് MLA ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. അതിനാൽ തന്നെ ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുവാനുള്ള സാധ്യത കാണുന്നില്ല. മറിച്ച് അങ്ങനെ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു സമ്മർദ്ദം ചെലുത്തി കേരളത്തിന്റെ ആവശ്യമായി ഈ സൈന്യത്തെ വിളിക്കുക എന്ന് കർണാടകയോട് ചിലപ്പോൾ ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഒരു നടപടിയിലൂടെ, കാരണം കേരളത്തിൽ നിന്ന് DYSP ഉൾപ്പെടെയുള്ള സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറയുകയുണ്ടായി. കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയൊക്കെ അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. ശ്രീജിത്ത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു അത്തരത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് അത് എത്രത്തോളം സഹായകമാകുന്നു ഈ കേരളവും കർണാടകവും തമ്മിലുള്ള ഏകോപനം എന്നുള്ളതിൽ സംശയമുണ്ട് എന്നുള്ളത്. തീർച്ചയായും അത് പുലർച്ചെ രാവിലെ മുതൽ തന്നെ അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിരുന്നു. കാരണം കാസർഗോഡ് നിന്നുമാണ് 4-അംഗ സംഘം എത്തിയിരുന്നത്. പക്ഷേ ആ സംഘത്തെ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു കളക്ടറും SP-യും എത്തി. അതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥ സംഘത്തെ അങ്ങോട്ട് കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായത്. അല്പസമയം മുൻപും ഈ മാധ്യമങ്ങൾ അവിടെ എത്തിയപ്പോഴും ഈ സംഘം അവിടെ നിൽക്കുന്നത് കണ്ട് അവരോട് അഭിപ്രായം തേടിയപ്പോൾ അവർ ഈ മന്ത്രി പറയുന്നത് പോലെ തന്നെ പറയുന്നത് ആ സാഹചര്യം എന്താണ്, അവിടുത്തെ വ്യക്തമായ സാഹചര്യം മനസ്സിലാക്കാൻ എന്തായാലും ഇവർ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് എന്തായാലും ഈ എല്ലാം സുഗമമായ രീതിയിലാണ് നടക്കുന്നത്, എന്തായാലും ഉടൻ തന്നെ അർജുനെ കണ്ടെത്താം എന്ന രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ ഈ റഡാർ സംഘങ്ങൾ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഈ ലോറി പോലും കണ്ടെത്തിയിട്ടില്ല. വലിയ 56 അടി പൊക്കത്തിൽ ഇത്തരത്തിൽ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അത് പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ ഇത്തരത്തിൽ ആ ലോറി കണ്ടെത്താൻ കഴിയൂ. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്.